രണ്ടാം വട്ടവും സ്വന്തം നാട്ടുകാർ ഈശോനെ റിജക്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ഇന്നത്തെ ഗോസ്പലിൽ. ആദ്യ തവണ സിനഗോഗിൽ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഈശോനെ കൊണ്ടുപോകുന്നുണ്ട്, തള്ളിയിട്ട് കൊല്ലാനാണ്. അപ്പോഴാണ് ഈശോ നാട് വിടുന്നത്. പിന്നെ മലമുകളിലും കടൽ തീരത്തൊക്കെ ഈശോ പഠിപ്പിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞ് ഈശോ വീണ്ടും സ്വന്തം നാട്ടിൽ സ്വന്തം സിനഗോഗിൽ തിരിച്ചെത്തുന്ന കാഴ്ചയാണ്. കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടായി. അവർ ഈശോനെ തള്ളിയിട്ട് കൊന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അൾട്ടിമേറ്റ് പുച്ഛമാണ്. ഇവൻ മരപ്പണിക്കാരനല്ലേ, ഇവൻ്റെ അമ്മയും പെങ്ങന്മാരൊക്കെ നമുക്കറിയാലോ, ഇവൻ എവിടെ നിന്നാണ് ഇത്രയും ശക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോനെ റിജക്റ്റ് ചെയ്യാണ്. അവരുടെ അവിശ്വാസം കണ്ടിട്ട് ഈശോ അത്ഭുതപ്പെട്ടു എന്നാണ് മാർക്കോസിൻ്റെ സുവിശേഷം പറയുക. സുവിശേഷങ്ങളിൽ രണ്ടിടത്താണ് ഈശോ അത്ഭുതപ്പെടുന്നത്. ഒന്ന്, ശതാധിപൻ്റെ വിശ്വാസം കണ്ടിട്ട് അവൻ അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നു. ഇവിടെ സ്വന്തം നാട്ടുകാരുടെ അവിശ്വാസം കണ്ടിട്ട് ഈശോ അത്ഭുതപ്പെടുന്നു. നമ്മൾ വിശ്വസിക്കുമ്പോഴും നമ്മൾ അവിശ്വസിക്കുമ്പോഴും ഈശോ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണിക്കുന്നൊരു സംഭവം എന്താണെന്നറിയാമോ? ദൈവം മനുഷ്യ മനസ്സുകളെ നിർബന്ധപൂർവം തുറക്കുന്നില്ല, തൊടുന്നില്ല. ഫറവോ രാജാവിൻ്റെ എക്സാമ്പിൾ നോക്കുക. 10 ഭീകരമായ പ്ലേഗുകൾ കൊണ്ടുവന്നിട്ടും ആ രാജാവിൻ്റെ മനസ്സ് മാറിയില്ല. വലിയ ജെറീക്കോയുടെ മതിലുകൾ തകർക്കാൻ കഴിയും ദൈവത്തിന്, തകർത്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിനെ അവൻ തകർക്കുന്നില്ല. അത് കഴിവില്ലാത്തതുകൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ മര്യാദയാണ്. ദൈവം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. യൂദാസിനോട് ഈശോ എന്താ പറയുന്നത്? അന്ത്യത്തഴ സമയത്ത് എടാ നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ. ഫ്രീഡമാണ് കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം നമ്മളെ തൊടാത്തതുകൊണ്ടൊന്നുമല്ല, തൊടാൻ നമ്മൾ ദൈവത്തെ അനുവദിക്കാത്തത് കൊണ്ടാണ്.